ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് നല്ല സുഖം ഉണ്ടായില്ല കേട്ടോ. ഞാൻ ഒരാഴ്ചയായിട്ട് പനി, ചുമ, ജലദോഷം ഒക്കെ ആയിട്ട് കിടപ്പായിരുന്നു. ഇപ്പോഴും സൗണ്ട് അത്ര ക്ലിയർ ആയിട്ടില്ല, എങ്കിലും ഹെൽത്ത് ഒക്കെ ഓക്കെ. അപ്പൊ ഇന്നൊരു വീഡിയോ എടുക്കാന്ന് ചോദിച്ചു. ബോഡി ആൻഡ് ഫേസ് സ്ക്രബ്, ബോഡിക്ക് ഒരു സ്ക്രബ്, ഫേസിന് ഒരു സ്ക്രബ് പറയുന്നുണ്ട്, പിന്നെ ഒരു ഫേസ് പാക്കും. നമുക്ക് നോക്കാം എന്തൊക്കെയാ വേണ്ടേ. ഞാനീ പറയുന്ന ഫേസ് പാക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പം ഒരു 3 ദിവസമൊക്കെ അടുപ്പിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഫേസിലെ അഴുക്കൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയി പിമ്പിൾസ് ഒക്കെ കുറഞ്ഞ് കളറും കിട്ടും. നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. അടുപ്പിച്ച് ഒരു 3-4 ദിവസം ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു കളറും വരും ഫേസിൽ. ഞാനിത് എന്റെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. അവരിപ്പോ കുറെ ദിവസം ഇങ്ങനെ അമ്മ മുഖത്ത് ഇങ്ങനെ വല്ലാണ്ട് പിമ്പിൾസ് പോലെ വന്നിട്ട് അഴുക്ക് പിടിച്ച പോലെ ഇരിക്കുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ പാക്കാ പറഞ്ഞു കൊടുക്കണേ. അപ്പൊ അവര് 2 ദിവസം ഇട്ട് ചെയ്യുമ്പോ തന്നെ ഓക്കെ, നല്ലതാണ്. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ ആദ്യം നമുക്ക് സ്ക്രബി ഉണ്ടാക്കാം. സ്ക്രബിനുള്ള ഇൻഗ്രീഡിയൻസ് ഒരു ടൊമാറ്റോ എടുക്കുക, പഴുത്ത ഒരു തക്കാളി എടുത്തിട്ട് അത് ഇങ്ങനെ 2 പീസായി മുറിക്കുക. 2 പീസായി മുറിച്ചിട്ട് നമുക്ക് അതിന് മുകളിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. അതിന് മുകളിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം ആ ടൊമാറ്റോന്റെ നനവെള്ളം കൊണ്ടിട്ട് പഞ്ചസാര അതിൽ പെട്ടെന്ന് തന്നെ ആയിക്കോളുമല്ലോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അത് വെച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുക. ഇപ്പൊ ലേഡീസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് മഞ്ഞൾ കൂടി ചേർത്തിട്ട്, മഞ്ഞൾ പൊടി നല്ല ഒറിജിനൽ മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഒരു നുള്ളിട്ടിട്ട് സ്ക്രബ് ചെയ്യാം. ആണുങ്ങൾക്ക് ആകുമ്പോഴേക്കും മഞ്ഞൾ വേണ്ട, ഇത് രണ്ടും കൂടി തന്നെ ചെയ്താൽ മതി. ടൊമാറ്റോയില് പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഫുൾ ഫേസും ഈ ടൊമാറ്റോ വെച്ച് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മള് ഇത് വെച്ച് നമുക്ക് ഫേസിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര മുഴുവൻ മെൽറ്റ് ആവണ വരെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ചെയ്യുമ്പോഴേക്കും ഈ പഞ്ചസാര ഇങ്ങനെ മെൽറ്റായി തീരുമല്ലോ. അപ്പൊ അത് തീരണ വരെ നമുക്ക് അങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. റൗണ്ടില് മസാജ് ചെയ്ത് കൊടുക്കാം. ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ആയിക്കൊണ്ടിരിക്കും. ഒരു മൈൽഡ് സ്ക്രബ് ആണല്ലോ ഇത്, നമുക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടും ഇല്ല. ഹാർഡായിട്ടുള്ള ഇതല്ലല്ലോ, പഞ്ചസാര ആകുമ്പോഴേക്കും മെൽറ്റ് ചെയ്ത് പോരാ. ട്രൈ ചെയ്തെടുക്കാം. അടുത്ത നമ്മുടെ ബോഡി സ്ക്രബാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ബോഡി സ്ക്രബിന് എന്താ വേണ്ടതെന്ന് വെച്ചാല്, നമ്മുടെ ഫുൾ ബോഡിക്ക് നമുക്ക് എത്ര വേണ്ടി വരും അതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഷുഗർ, നമ്മുടെ പഞ്ചസാര, ബോഡി സ്ക്രബിന് വേണ്ടത് പഞ്ചസാര, കോഫി പൗഡർ. പഞ്ചസാരയും കോഫി പൗഡറും ഈക്വൽ ആയിട്ട് എടുക്കുക. പഞ്ചസാരയും കോഫി പൗഡറും. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കണ്ട, ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളപ്പോ അധികം അത് മെൽറ്റാക്കി വെക്കരുത്, നമുക്ക് സ്ക്രബ് ചെയ്യാനുള്ളല്ലോ. അപ്പൊ പഞ്ചസാര അധികം മെൽറ്റാവരുത്. പിന്നെ എണ്ണയിലായതുകൊണ്ട് പഞ്ചസാര വേഗം അങ്ങനെ മിക്സ് ആയി പോവില്ല. എന്നിട്ട് നമുക്ക് ഇത് ഫുൾ ബോഡി, നമ്മുടെ കഴുത്ത് മുതൽ കാല് വരെ നമുക്ക് ഇത് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, പഞ്ചസാര, കാപ്പിപ്പൊടി, വെളിച്ചെണ്ണ, ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു ബോഡി സ്ക്രബ് നീ ചെയ്തിട്ട് പറയും, നല്ല സിൽക്കി സ്മൂത്ത് ആയി വരും. അടുത്തതൊരു ഫേസ് പാക്ക് ആണ്. നമ്മുടെ എക്സസ് ഓയിലൊക്കെ പോയിട്ട് സ്കിന്നിനൊരു കളർ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ആണ്.
അതിന് നമുക്ക് വേണ്ടത് എഗ് വൈറ്റ്. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജില് കണ്ടെയ്നറിലൊക്കെ അടച്ചു വെക്കുകയാണെങ്കിൽ 2-3 ദിവസം എന്ന് വെച്ചാൽ ഒരാള് യൂസ് ചെയ്തത് തീരുമില്ലല്ലോ. അപ്പൊ നമുക്ക് 2-3 ദിവസം ഇത് യൂസ് ചെയ്യാം. അടുപ്പിച്ച് യൂസ് ചെയ്താല് നല്ല റിസൾട്ട് കാണുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, എഗ് വൈറ്റ് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് കോഫി പൗഡർ മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ 2 ഇൻഗ്രീഡിയന്റേ ഉള്ളൂ. കോഫി പൗഡറും എഗ് വൈറ്റും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഇപ്പൊ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ വേഗം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കൈ വെച്ചാലും കുഴപ്പമില്ല, ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് യൂസ് ചെയ്ത് എന്നിട്ട് നമുക്ക് ഫുൾ ഫേസ് നമുക്ക് അപ്ലൈ ചെയ്യാം. കയ്യില് അപ്ലൈ ചെയ്തില്ലേ, ഇതുപോലെ നമുക്ക് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ലീവ് ചെയ്യാം ഡ്രൈ ആവണ വരെ. ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം നനച്ച് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാം. നല്ലൊരു ഫേസ് പാക്ക് ആയിട്ട് എന്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരാൺകുട്ടികളാണ്. അപ്പൊ അവര് ഇങ്ങനെ ഫേസ് അധികം ഒരു കുരുവൊക്കെ വന്ന് ഓയിലി ആയിട്ട് തോന്നണേ എന്ന് പറയുമ്പോ ഇത് ചെയ്യാൻ പറയുമ്പോ അത് ക്ലിയർ ആവാറുണ്ട്. അപ്പൊ അത് അടുപ്പിച്ച് ചെയ്യാം. നമുക്കിപ്പോ ഒരു എഗ് വൈറ്റ് എടുത്താൽ തന്നെ ഒരാൾക്ക് ബാക്കി വരും. അപ്പൊ നമ്മള് അത് മിക്സ് ചെയ്തിട്ട് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാല് അടുപ്പിച്ച് 2-3 ദിവസം ചെയ്യാം. അപ്പൊ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. നല്ല കളറിന് നല്ല ഡിഫറൻസ് വരും കേട്ടോ 2-3 ദിവസം കഴിയുമ്പോൾ അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്തോട്ടെ. ഇതെന്നിട്ട് ഉണങ്ങി കഴിയുമ്പോ വാഷ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ and share and subscribe. Keep on watching Kalidora Vlogs. Thank you.